ലക്ഷ്യം 800 മീറ്റർ അകലെയുള്ള ശത്രുപാളയം. സമയം അർദ്ധരാത്രി. ഹിമാലയത്തിലെ -डिग्री തണുപ്പിൽ ശ്വാസമെടുക്കാൻ പോലും പ്രയാസപ്പെടുന്ന ഇന്ത്യൻ ജവാന്റെ കൈകളിൽ ഒരു പുതിയ ആയുധം മിന്നിത്തിളങ്ങുന്നു. അതൊരു വെറും ആയുധമല്ല. ശത്രുവിന്റെ നെഞ്ചു പിളർക്കാൻ ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച മരണദൂതന്റെ പേര് പ്രഹർ. ഭാരം കുറഞ്ഞ എന്നാൽ മാരകമായ പ്രഹരശേഷിയുള്ള ലൈറ്റ് മെഷീൻ ഗൺ. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ഈ അത്യാധുനിക ആയുധം എങ്ങനെയാണ് ഇന്ത്യൻ കാലാൾപ്പടയുടെ മുഖച്ഛായ മാറ്റാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് ഇതിനെ ഒരു മൾട്ടിപ്ലെയർ എന്ന് വിളിക്കുന്നത്? നമുക്ക് നോക്കാം. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചിരുന്ന പഴയ ഇൻസാസ് LMG-കൾക്ക് പകരക്കാരനായാണ് പ്രഹർ എത്തുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. യുദ്ധകളത്തിൽ സൈനികർക്ക് വേഗത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന. ദൂരെ നിൽക്കുന്ന ശത്രുവിനെ പോലും കൃത്യമായി ലക്ഷ്യം വയ്ക്കാൻ ഇതിന് സാധിക്കും. സെക്കൻഡുകൾക്കുള്ളിൽ ശത്രുപാളയത്തിലേക്ക് വെടിയുണ്ടകളുടെ പെരുമഴ പെയ്യിപ്പിക്കാൻ കഴിയുന്ന ആയുധമാണ് ഇന്ത്യയുടെ പ്രഹർ. സാധാരണ മെഷീൻ ഗണ്ണുകൾ കൈകാര്യം ചെയ്യാൻ 2 പേർ വേണമെങ്കിൽ പ്രഹർ ഒരാൾക്ക് തന്നെ അനായാസം പ്രവർത്തിപ്പിക്കാം. അതായത് യുദ്ധകളത്തിൽ ഒരു സൈനികന്റെ കരുത്ത് ഒരു ചെറിയ സൈന്യത്തിന് തുല്യമായി മാറുന്നു. ലഡാക്കിലെ ഓക്സിജൻ കുറഞ്ഞ മലനിരകളിൽ കിലോമീറ്ററുകളോളം ഭാരമേറിയ ആയുധം ചുമന്നുള്ള യാത്ര സൈനികർക്ക് വലിയ വെല്ലുവിളിയാണ്. ഇവിടെയാണ് പ്രഹറിന്റെ ഭാരക്കുറവ് തുണയാകുന്നത്. ഭീകരവിരുദ്ധ പോരാട്ടങ്ങളിൽ ശത്രുവിനെ ഒരിടത്ത് തന്നെ തളച്ചിടാൻ ഇതിനേക്കാൾ മികച്ച മറ്റൊരു ആയുധമില്ല. ഏത് പ്രതികൂല കാലാവസ്ഥയിലും ജാമാകാതെ വെടിയുതിർക്കാൻ കഴിയുന്ന ഇതിന്റെ കൃത്യത ശത്രുവിനെ അനങ്ങാൻ അനുവദിക്കില്ല. ആധുനിക യുദ്ധമുറകളിൽ വെറുതെ വെടിയുതിർത്താൽ മാത്രം പോരാ, അത് കൃത്യമായിരിക്കണം. പ്രഹറിൽ അത്യാധുനികമായ പിക്കാറ്റിനി റെയിലുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ നൈറ്റ് വിഷൻ സ്കോപ്പുകൾ, തെർമൽ ഇമേജിംഗ് ഉപകരണങ്ങൾ, ലേസർ സെറ്റുകൾ എന്നിവ എളുപ്പത്തിൽ ഘടിപ്പിക്കാം. രാത്രികാലങ്ങളിൽ കാടിനുള്ളിലോ കെട്ടിടങ്ങൾക്കുള്ളിലോ ഒളിച്ചിരിക്കുന്ന ശത്രുവിനെ കണ്ടെത്താൻ ഇത് സൈനികരെ സഹായിക്കുന്നു. കൂടാതെ പ്രഹറിന്റെ അത്യാധുനികമായ ഷോക്ക് അബ്സോർബിംഗ് സംവിധാനങ്ങൾ വെടിയുതിർക്കുമ്പോൾ തോക്ക് അധികം കുലുങ്ങാതെ സഹായിക്കുന്നു. ഇത് സൈനികന് കൂടുതൽ നേരം കൃത്യതയോടെ വെടിയുതിർക്കാൻ സഹായിക്കും. മാത്രമല്ല, തുടർച്ചയായി വെടിയുതിർക്കുമ്പോൾ തോക്കിന്റെ ബാരൽ അമിതമായി ചൂടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ പ്രഹറിൽ ക്വിക്ക് ചേഞ്ച് ബാരൽ സംവിധാനമുണ്ട്. ഗ്യാസ് ഓപ്പറേറ്റഡ് ഷോർട്ട് സ്ട്രോക്ക് പിസ്റ്റൺ സംവിധാനമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. മണ്ണിലും ചെളിയിലും വെള്ളത്തിലും വീണാലും തോക്ക് ജാം ആകാതെ പ്രവർത്തിപ്പിക്കാൻ ഈ സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. സിയാച്ചിനിലെ കൊടും തണുപ്പിലും രാജസ്ഥാനിലെ ചൂടിലും ഒരേപോലെ പ്രഹർ പ്രവർത്തിക്കും. മുൻപ് ഇത്തരം ആയുധങ്ങൾക്കായി നമ്മൾ ഇസ്രായേലിനെയോ അമേരിക്കയെയോ ആശ്രയിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ കമ്പനികൾ നേരിട്ട് സൈന്യത്തിന് ആവശ്യമായ ലോകോത്തര നിലവാരത്തിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നു. ഇതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം ലാഭിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ സൈനികരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ മികച്ച ഉദാഹരണമാണ് പ്രഹർ. ഇന്ത്യൻ സേനയുടെ ഓരോ ചുവടുവെപ്പും ആധുനികതയിലേക്കാണ്. പ്രഹർ LMG-കൾ സൈന്യത്തിന്റെ ഭാഗമാകുന്നതോടെ അതിർത്തിയിലെ കാവൽ കൂടുതൽ ശക്തമാകും. നമ്മുടെ ജവാന്മാർക്ക് മികച്ച ആയുധങ്ങൾ നൽകുക എന്നത് രാജ്യത്തിന്റെ കടമയാണ്. ആ ദൗത്യത്തിൽ ഇന്ത്യ വിജയിക്കുന്നതിന്റെ അടയാളമാണിത്.